നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങൾ ഉൾപ്പെടെ നാലാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത്. അഖിലേഷ് യാദവ്, മഹുവ മൊയ്ത്ര ഉൾപ്പെടെ നിരവധി പ്രമുഖർ നാലാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു. 9 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ ശ്രീനഗർ മണ്ഡലം ഉൾപ്പെടുന്ന 96 മണ്ഡലങ്ങളാണ് മെയ് 13 ജനവിധി എഴുതുന്നത്. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും ആന്ധ്രയിൽ നടക്കും. കൂടാതെ ഉത്തർപ്രദേശിൽ 13, മഹാരാഷ്ട്രയിലെ 11, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 8 മണ്ഡലങ്ങൾ വീതവും ബീഹാറിൽ 5, ജാർഖണ്ഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ 4 മണ്ഡലങ്ങളിലുമാണ് നാലാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ കനോജ് മണ്ഡലത്തിൽ ജനവിധി തേടുന്നുണ്ട്. സഭയിൽ ചോദ്യത്തിന് കോഴ വാങ്ങിയതിന് MP സ്ഥാനം നഷ്ടപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര ബംഗാളിലെ കൃഷ്ണനഗറിൽ മത്സരിക്കുന്നു. കൂടാതെ കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ്, അർജുൻ മുണ്ട എന്നിവർക്ക് പുറമെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൌധരി, മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും YSR കോൺഗ്രസ് നേതാവുമായ YS ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയും PCC അധ്യക്ഷയുമായ YS ശർമിള, മാധവിലത, ഇങ്ങനെ നീളുന്നു 13 ജനവിധി തേടുന്ന പ്രമുഖരുടെ പട്ടിക. കൈരളി ന്യൂസ്, ദില്ലി.